അപ്പോൾ നമുക്ക് സ്ഥാനാർത്ഥിയുടെ ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് പറയാം, പേരെന്ന് പറയാം. എൻ്റെ പേര് ബെന്നി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എബ്രഹാം കെ മാണി എന്നാണ് എൻ്റെ പേര്. സാധാരണ ഭാര്യമാരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേന് പലർക്കും എതിർപ്പുള്ളൊരു വിഷയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്രാവശ്യം എന്നോട് പറഞ്ഞത്, സാറിനോട് പറഞ്ഞത് ഭയങ്കര സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ കാണുന്നു വൈഫിൻ്റെ രാഷ്ട്രീയ പ്രവേശനം? ശരിയാണ്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം തന്നെ പലരും അതിനെ പിന്തിരിപ്പിക്കാനാണ് നോക്കിയത്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലും നമ്മുടെ പല കാര്യങ്ങളും ഞങ്ങൾ ചാരിറ്റി മുമ്പ് പറഞ്ഞ പോലെ ലയൺസ് ക്ലബിലൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ ഞങ്ങൾ ഇലക്ഷന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പലർക്കും പല കാര്യങ്ങളും ചെയ്ത് കിട്ടാനുണ്ട്. അതായത്, പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവലോകം അരമനയ്ക്ക് മുന്നിലാണ്. നമുക്ക് ഇന്ന് പുതുപ്പള്ളി ടുഡേ ലൈവിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ ഇന്നൊരു പുതിയ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ 16-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ്. നമുക്ക് സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്കൊന്ന് പോകാം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ 16-ാം വാർഡ് ദേവലോകത്താണ്. അപ്പം നമ്മുടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ വരാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, സ്ഥാനാർത്ഥിയുടെ ഹസ്ബൻഡ് എബ്രഹാം കെ മാണി പുതുപ്പള്ളി ലയൺസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. അപ്പം ഇവരെല്ലാം ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലയൺസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേനാണ് ഈ ലയൺസിൻ്റെയൊക്കെ നല്ല പ്രവർത്തകരുണ്ട്. കാരണം ജനങ്ങളുമായിട്ട് ഒരുപാട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രവർത്തനമാണ് കോട്ടയം നമ്മുടെ പുതുപ്പള്ളിയിലെ ലയൺസ് ക്ലബ്ബൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കാം. നമസ്കാരം. നമസ്കാരം. നമുക്ക് ആദ്യമായിട്ട് ഈ വാർഡിലേക്ക് സ്ഥാനാർത്ഥി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം പേരും നമ്മുടെ കുടുംബത്തിന്റെ വിവരങ്ങളും ഒന്ന് പറയാമോ? എൻ്റെ പേര് സുമിന റേച്ചൽ എബ്രഹാം. ഇവിടെ കൊല്ലംകുന്നേൽ എന്നാണ് വീട്ടു പേര്. എൻ്റെ ഹസ്ബൻഡ് എബ്രഹാം കെ മാണി. ബെന്നി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾക്കൊരു മോള്, അവളെ ഇൻഫോ പാർക്കിൽ എറണാകുളത്ത് EY എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. വേറെ എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് എനിക്ക് ഒരു ബ്യൂട്ടി പാർലറാണ് നടത്തുന്നത്. നമ്മുടെ വീടിന്റെ മുകളിൽ തന്നെയായിട്ട് ഇവിടെ തന്നെ നടത്തുക? അതെ, 30 വർഷമായി പാർലർ നടത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പൊതുരംഗത്ത് വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അങ്ങനെ വല്ലോ? പൊതുരംഗത്ത് ഞങ്ങൾ ലയൺസ് ക്ലബ്ബിൽ മെമ്പറാണ്. പുതുപ്പള്ളി ലയൺസ് ക്ലബ്ബിലാണ്. എൻ്റെ ഹസ്ബൻഡും 4-5 വർഷം പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഞാനും ആ നിലയിൽ ലയൺസിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ ജനങ്ങളുമായിട്ട് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കാനുള്ള സാഹചര്യം എന്താ? സാഹചര്യം ഇത് ലയൺസ് ക്ലബ് പ്രസ്ഥാനത്തിൽ ഇടപെട്ടതനുസരിച്ചാണ്. അപ്പം ഞങ്ങൾക്ക് കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ. വെള്ളപ്പൊക്കത്തിന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, കോവിഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചാരിറ്റി വർക്കുകൾ, പിന്നെ നിർധനരായ ആളുകൾക്ക് ഭക്ഷ്യ വസ്തുക്കളൊക്കെ. നമ്മുടെ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ 16-ാമത്തെ വാർഡിൽ നിന്നല്ല നമ്മൾ മത്സരിക്കുന്നത്. നമ്മുടെ ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പം പത്രമാധ്യമങ്ങളോടെ കോടിക്കണക്കിന് രൂപ അഴിമതി, അതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ. ഞാൻ തന്നെ അവിടെ ഒരുപാട് വീഡിയോകൾ മുനിസിപ്പാലിറ്റി എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കഞ്ഞിക്കുഴിയിലെ ഒരു മാർക്കറ്റിന് ഞാൻ പോയി വീഡിയോ എടുത്താണ്, മുഴുവൻ നശിച്ച് കിടക്കുകയാണ്. അതുപോലെ നമ്മുടെ നാഗമ്പടത്ത് ഒരു ശുചിമുറി നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് പൂട്ടിയിട്ടിട്ട് ഏറെക്കുറെ 1 വർഷത്തോളമായി. അപ്പം അതുപോലും നന്നാക്കാൻ വേണ്ടി ഈ നഗരസഭ ശ്രമിച്ചിട്ടില്ല. അപ്പം പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചിട്ടിട്ട് ഏറെക്കുറെ 1 വർഷത്തോളമായി. അതുപോലും അങ്ങനെ ഒരുപാട് പരാതികൾ ഇങ്ങനെ നഗരസഭയെ പറ്റി കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ മനസ്സിലുണ്ടോ? നഗരസഭയുടെ പ്രശ്നങ്ങൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. നഗരസഭയുടെ പ്രശ്നങ്ങൾക്കൊപ്പം ഈ വാർഡിലെ മറ്റു പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകാൻ കൂടിയാണ് ഞാൻ മത്സരിക്കുന്നത്. നമ്മുടെ ഈ ലയൺസ് ക്ലബിനെ പറ്റി സാധാരണ പൊതുജനങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം സാമ്പത്തികപരമായിട്ട് ഉന്നതി നിൽക്കുന്ന ആൾക്കാരാണല്ലോ ഇതിൻ്റെ അകത്ത് മെമ്പർമാരും ഒക്കെ. അപ്പം അതുകൊണ്ട് അത് പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്കും താഴെക്കിടയിലുള്ള ആൾക്കാർക്കും വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറിയാം. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ എവിടെയാണ് നടത്തിയിരിക്കുന്നത്?
പൊതുവെ അങ്ങനെ ഒരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നിർധനരായ ആളുകൾക്ക് വേണ്ടി കൂടുതലും ചാരിറ്റി പ്രവർത്തനമാണ് ലയൺസ് ക്ലബ്ബ് ചെയ്യുന്നത്. അതുപോലെ രോഗികൾക്കൊക്കെ ഒരുപാട് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ്, അതുപോലെ പിന്നെ ക്ലോത്ത് ഷെൽഫുകളൊക്കെ സ്ഥാപിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് പള്ളിയിൽ നമ്മുടെ വെയിറ്റിംഗ് ഷെഡിൽ ഒരു ക്ലോത്ത് ഷെൽഫ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആളുകൾക്കൊക്കെ വളരെ പ്രയോജനകരമാണ്. പിന്നെ സ്കൂളുകളിൽ കുട, ബുക്കുകൾ, ബാഗുകൾ അങ്ങനെയുള്ളതൊക്കെ സ്കൂളിൻ്റെ ഓപ്പണിംഗ് ടൈമിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ലയൺസ് നടത്തുന്നുണ്ട്. ലയൺസ് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല, ഒരു ബ്യൂട്ടീഷ്യനും കൂടെ ആയ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം അത് എന്തുകൊണ്ടാണെന്നുള്ളതെന്നോ? അങ്ങനെയുള്ള സംഘടന, അങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മുടെ വാർഡിനെ പല രീതിയിൽ സഹായിക്കാൻ പറ്റുമെന്ന ഒരു വിശ്വാസമുണ്ട്. ഞാൻ സാധാരണ ദേവലോകം എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ജനങ്ങൾക്ക് ഒരു ധാരണ ഒരു ഏറ്റവും നല്ലൊരു വാർഡാണ് എന്ന് പറഞ്ഞാൽ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വാർഡാണ് ദേവലോക അരമനയായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇവിടെ വഴികളുടെ പ്രശ്നമുണ്ട്, അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ. അത് സത്യമാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ? ദേവലോകം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷെ അതിനകത്തും തന്നെ റോഡുകൾക്ക് ശോചനീയാവസ്ഥയുണ്ട്. പിന്നെ നിർധനരായ ആളുകൾ ഒരുപാട് കുറച്ച് പേര് താമസിക്കുന്നവരുണ്ട്. അവരുടെ 3-4 വീടിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അവർക്കൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഇവിടെ ഈ മാലിന്യ നിർമ്മാർജ്ജനമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി അങ്ങനെ പരാതികൾ കേൾക്കുന്നുണ്ട്. കാരണം ഈ ഹരിതകർമ്മസേന ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും നിയന്ത്രിക്കാനാളില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണെന്നുള്ളത്. ഹരിതകർമ്മസേന നല്ല രീതിയിൽ പ്ലാസ്റ്റിക്കുകളാണ് അവരെടുക്കുന്നത്. അവരത് കൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ പൊതുവിൽ ആൾക്കാർ വേസ്റ്റുകളെല്ലാം വീടുകളുടെ വാതിക്കലും മാങ്ങാനം ഭാഗത്തും വീടുകളുടെ ഫ്രണ്ടിലും ഒക്കെ കൊണ്ട് കൂട്ടിയിടുന്നുണ്ട്. നമ്മൾ എത്ര നിയന്ത്രിച്ചാലും സാധിക്കുന്നില്ല അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട്. അതിന് വേണ്ടുന്ന ഒരു നടപടി എടുക്കാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ ഒരു ലൈബ്രറി ഉണ്ട് നമ്മുടെ ദേവലോകത്തുള്ള. അപ്പൊ അതിന്റെ പ്രവർത്തനമൊക്കെ ഇപ്പം ഒരു നിർജീവാവസ്ഥയിലാണെന്ന് പറഞ്ഞു. അതിനെ പറ്റി അറിയാമോ? ലൈബ്രറി വളരെ കാലമായിട്ട് തുടങ്ങിയാണ്. എൻ്റെ ഫാദറിൻലോ മുതലോ ഉള്ള കാലത്തുള്ള ലൈബ്രറിയാണ്. അതിൻ്റെ അവസ്ഥ കുറച്ചുകൂടെ പുരോഗമിപ്പിക്കണമെന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക്, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് രീതിയിലുള്ള ലഹരി അങ്ങനെയുള്ള ബന്ധപ്പെട്ടുള്ള, അതുകൊണ്ട് ലൈബ്രറിയെ കുറച്ചുകൂടി വികസിപ്പിക്കണമെന്നൊരു. നമ്മുടെ ഈ വാർഡിൽ ഏകദേശം എത്ര വോട്ടർമാരുണ്ട്? 1850 വോട്ടർമാരുണ്ട്. അതിൽ ഏകദേശം 1400 അടുത്ത് പോളിംഗ് ഒക്കെ നടക്കാറുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം പല സ്ഥാനാർത്ഥിമാരുടെയും പ്രശ്നം മിക്ക വീടുകളിലും ഈ പ്രായമുള്ളവരൊക്കെ ഉള്ളു, മക്കളൊക്കെ വിദേശത്തൊക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നം ഇവിടെ ഉണ്ടോ? ഉണ്ട്. മിക്കവാറും വീടുകളില്ല, പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ വിദേശത്താണ്. നമ്മുടെ ഈ പര്യടനം എല്ലാ വാർഡുകളൊക്കെ കവർ ചെയ്തോ? എല്ലാ വാർഡും കവർ ചെയ്തു. നമുക്ക് ഈ വാർഡിൽ നിന്ന് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ വാർഡിലെ പേർക്ക് എന്തൊക്കെ ചെയ്യാനാണ് നമുക്ക് ഉദ്ദേശം? നമുക്ക് ഇവിടെ വിജയപുരം നഗർ എന്ന് പറഞ്ഞൊരു നമ്മളിപ്പോ ആദ്യം പരാമർശിച്ച അവിടെ സ്ഥലമുണ്ട്. അവിടെ നിർധനരായ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അത് 3-4 വീടുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അവിടെ കിടപ്പ് രോഗികളുണ്ട്. അവർക്കൊക്കെ വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ നമ്മളൊരു സഹായം അവിടെ കൊടുക്കുമ്പോൾ തന്നെ നഗരസഭയുടെ നിന്നൊക്കെ അങ്ങനെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളില്ല. നഗരസഭ സാമ്പത്തികമായിട്ട് ഒരു കാര്യം പോലും ചെയ്യാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അവർക്കൊക്കെ ഇതിന് ഫണ്ട് കണ്ടെത്താൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യത്തിന്? നഗരസഭയിൽ നിന്ന് പൂർണ്ണമായിട്ട് കിട്ടാൻ വഴിയില്ല. അപ്പൊ നമുക്കിവിടെ ഒരു 3 റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. റെസിഡൻസ് അസോസിയേഷനും പിന്നെ പള്ളികളുണ്ട്. സെന്റ് പീറ്റേഴ്സ് മാർത്തോമാ പള്ളിയ, CSI അസെൻഷൻ ചർച്ച്, ഇവിടെ എബനേസർ ചർച്ച് നമ്മുടെ വാർഡിലുള്ള ദേവലോക അരമന, ഇതെല്ലാം കൂടെ ഉൾപ്പെടെ ഉള്ള ആളുകൾ, ഈ ആളുകളെല്ലാം ഉൾപ്പെടെ അവരെല്ലാം കൂടെ സഹായിക്കാൻ സന്നദ്ധരുള്ള ആൾക്കാരുണ്ട്. അവരിൽ നിന്നെല്ലാം ഫണ്ട് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഞാനിപ്പം പറഞ്ഞായിരുന്നല്ലോ ഇവിടുത്തെ ചെറുകിട റോഡുകളെല്ലാം പോയി കിടക്കാം. അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാം? കുറച്ച് റോഡുകളൊക്കെ പോയി കിടക്കുന്നുണ്ട്. അതും പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ട്. തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അത് വളരെയധികം
രൂക്ഷമായ ഒരു കാര്യമാണ്. അതൊന്ന് മാറ്റണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. നമ്മുടെ പുതുപ്പള്ളി ഭാഗത്താണെങ്കിലും എല്ലായിടത്തും, കോട്ടയത്തൊക്കെ ടൗണിലൊക്കെ അതുകൊണ്ട് ഒരു ആക്സിഡന്റും ഇതുമൂലം ഒരുപാട് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനൊരു നിയന്ത്രണം കൊണ്ടിരുന്ന നല്ല കാര്യമാണ്. നമ്മുടെ ഈ വാർഡിൽ നിന്ന് LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ടല്ലേ മത്സരിക്കുന്നത്, അതോ LDFന്റെ സ്വന്തം അങ്ങനെയാണോ? LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. നമ്മുടെ ചിഹ്നം എന്നാ വരുന്നത്? ചിഹ്നം കൊടയാണ്. അപ്പം നമുക്ക് ഈ വാർഡിലെ ജനങ്ങളോട് അഭ്യർത്ഥന എന്താ സ്ഥാനാർത്ഥിയുടെ? നമ്മുടെ വാർഡിൽ പല കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതിൽ നിങ്ങളുടെ സഹകരണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായും ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ചിഹ്നം കുടയാണ്. ആ കുടക്കീഴിൽ നിങ്ങൾ ഭദ്രമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പം നമുക്ക് സ്ഥാനാർത്ഥിയുടെ ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് പറയാം, പേരെന്ന് പറയാം. എൻ്റെ പേര് ബെന്നി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എബ്രഹാം കെ മാണി എന്നാണ് എൻ്റെ പേര്. സാധാരണ ഭാര്യമാരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേന് പലർക്കും എതിർപ്പുള്ളൊരു വിഷയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്രാവശ്യം എന്നോട് പറഞ്ഞത്, സാറിനോട് പറഞ്ഞത് ഭയങ്കര സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ കാണുന്നു വൈഫിന്റെ രാഷ്ട്രീയ പ്രവേശനം? ശരിയാണ്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം തന്നെ പലരും അതിനെ പിന്തിരിപ്പിക്കാനാണ് നോക്കിയത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലും, നമ്മുടെ പല കാര്യങ്ങളും ഞങ്ങൾ ചാരിറ്റി മുമ്പ് പറഞ്ഞ പോലെ ലയൺസ് ക്ലബിലൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ ഞങ്ങൾ ഇലക്ഷന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പലർക്കും പല കാര്യങ്ങളും ചെയ്ത് കിട്ടാനുണ്ട്. അതായത് ഒത്തിരി നമുക്ക് മുനിസിപ്പാലിറ്റിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുള്ളവർ ഒത്തിരി പേര് സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരെ സമീപിച്ചിട്ട് ആൾക്കാരുടെ ഓരോ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ആ സപ്പോർട്ട് ഇതുപോലെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മനസ്സ് തോന്നിയത് കൊണ്ടാണ് ഇത്തവണ ഞാൻ സുമനയെ ഇതിനു വേണ്ടി നിർബന്ധിച്ചതും. എൻ്റെ നിർബന്ധമാണ് ശരിക്കും. പലരും അഭിപ്രായപ്പെട്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്നൊക്കെ ചോദിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ഇപ്പം നമുക്ക് ഒരാൾക്ക് ഒരു സഹായം ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഒരു 1000 രൂപയോ 2000 രൂപയോ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു കുറച്ച് പേര് കൂടി ചെയ്യുന്ന ഒരു ഇതാണെങ്കിൽ വലിയൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു സഹായം ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ ഡയാലിസിസ് കിറ്റുകളൊക്കെ പലർക്കും സൗജന്യമായി ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ മുഖത്തെ ഒരു സന്തോഷം, അത് കാണുന്നൊരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമുക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് നമ്മുടെ വാർഡിൽ നമ്മളെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ എൻ്റെ ഭാര്യയ്ക്ക് ഫുൾ സപ്പോർട്ടോടുകൂടി. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ നല്ല മനസ്സിനും അതുപോലെ ഈ നാട്ടുകാർ ഇപ്രാവശ്യം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്ന് തന്നെ എനിക്ക് കരുതുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും സ്ഥാനാർത്ഥിക്ക് നേരുകയാണ്. താങ്ക് യു. സ്ഥാനാർത്ഥിമാരുടെ പ്രസ്താവനകൾ ജനങ്ങളിൽ എത്തിക്കുവാൻ ഏറ്റവും നല്ല ഉപാധി സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക.